രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായതിനു പിന്നാലെ തൃശൂർ മേയർ എം വർഗീസിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. കൗൺസിൽ യോഗം വിളിക്കാത്ത മേയറുടെ നടപടിക്കെതിരെയാണ് പരാതി. കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് സെക്ഷൻ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മേയറെ അയോഗ്യനാക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിനെ ചൊല്ലി മേയർക്കെതിരെ LDFിൽ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് MK വർഗീസിനെതിരായ കോൺഗ്രസ് നീക്കം. കോർപ്പറേഷൻ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്ന് നിരന്തരം ആവശ്യമുയർന്നിട്ടും മേയർ അതിന് തയ്യാറാകുന്നില്ല. ജൂൺ 3 പ്രത്യേക കൗൺസിൽ വിളിച്ച നടപടി അസാധുവാണെന്നും കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് സെഷൻസ് ചട്ടങ്ങൾ പാലിക്കാതെയാണ് യോഗം വിളിച്ചതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പലൻ പരാതി നൽകിയത്. മേയർ അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണ്. സ്വന്തം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ മേയർ അത് മനസ്സിലാക്കി സ്വയം രാജിവെച്ച് പോകാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. അതിന് CPMലെ ഒരു വിഭാഗം നേതാക്കൾ കൂട്ടുനിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്, ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്, നിരവധി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് തൃശ്ശൂർ ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. വീണ്ടും ഇന്ന് മറ്റൊരു പരാതി നൽകുകയാണ്. 10/5/2024 സാധാരണ കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നീട് ദിവസങ്ങളായി കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടുന്നില്ല എന്ന് പരാതി നൽകിയിട്ടുണ്ട്. ഇത് ഇത്രക്കധികം മുന്നോട്ട് പോയിട്ടും എങ്ങനെയാണ് CPM ഇദ്ദേഹത്തിന് സഖാക്കൾ ഇദ്ദേഹത്തിന് പിന്തുണ നൽകി മുന്നോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ ശരിക്കും മേയറേക്കാൾ ഗൗരവമായ തെറ്റ് ചെയ്യുന്നത് CPMലെ ഒരു വിഭാഗം കൗൺസിലർമാരാണ്. കോർപ്പറേഷൻ കൗൺസിൽ യോഗം വിളിക്കാത്തത് കാരണം ഭരണം പ്രതിസന്ധിയിലായെന്നും സ്വന്തം മുന്നണിയുടെ പിന്തുണ പോലും മേയർക്കില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇതേ തുടർന്നാണ് മേയറെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെടുന്നതെന്നും രാജൻ ജേപ്പലൻ പറഞ്ഞു. അതേസമയം മേയർ സ്ഥാനത്തെ ചൊല്ലി LDFിനുള്ളിൽ പ്രതിഷേധം ശക്തമാണെങ്കിലും CPM ഔദ്യോഗിക നേതൃത്വത്തിന്റെ പിന്തുണയുള്ള MK വർഗീസിനെതിരെ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകണ്ടെന്നാണ് കോൺഗ്രസ് തീരുമാനം. ആകെ 55 കൗൺസിലർമാരുള്ള തൃശൂർ കോർപ്പറേഷനിൽ മേയറെ കൂടാതെ 24 അംഗങ്ങളാണ് LDFിനുള്ളത്. ഇതിൽ 4 അംഗങ്ങളുള്ള CPI മേയർക്കുള്ള പിന്തുണ പിൻവലിച്ചാൽ ഭരണം തിരികെ പിടിക്കാമെന്നുള്ള പ്രതീക്ഷയും 24 അംഗങ്ങളുള്ള കോൺഗ്രസിനും UDFിനുമുണ്ട്. 6 പേർ മാത്രമാണ് BJP അംഗങ്ങളായി കോർപ്പറേഷനിലുള്ളത്. ന്യൂസ് മലയാളം, തൃശൂർ.